ഹായ് ഓൾ, എല്ലാവർക്കും ലൈഫ് അൺപ്ലഗ്ഡിൻ്റെ മറ്റൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ അപ്പറ്റൈസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ മെയിനായിട്ടും അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മൊസറല്ല ചീസ്. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ പറയാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ചിക്കൻ ക്യൂബ്സിനുള്ളിൽ നമുക്ക് ഈ മൊസറല്ല ചീസ് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ക്യൂബ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോള് പോലെ നമുക്ക് ആക്കിയെടുക്കണം. ഞാൻ ഇവിടെ ഒരു നൈഫ് വെച്ചിട്ട് ഇതിങ്ങനെ ഹോളാക്കി എടുക്കും. ഞാൻ ചീസ് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഈ ഓപ്പണിംഗ് പാർട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ടൂത്ത് പിക്ക് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഒരു കോട്ടിംഗ് കൊടുത്ത് നമുക്ക് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി. ഒത്തിരി വേണ്ട, ഇത് സ്നാക്ക് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇതിലാക്കി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗാർലിക് പൗഡർ, അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എഗ്ഗ് എടുക്കാം. അതിലേക്ക് കുറച്ച് പാലും ചേർത്ത് മുട്ടയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഈ മൈദയുടെ മിക്സ്ചറിൻ്റെ അകത്തോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മൈദ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമ്മൾ എഗ്ഗിൻ്റെ മിക്സ്ചറിലേക്ക് അതൊന്ന് മുക്കി അതിനുശേഷം വീണ്ടും ഈ മൈദ ഇതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ ചിക്കനും നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. മിനിറ്റ്സൊക്കെ നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ഇതായിക്കോളും. പിന്നെ അതുപോലെ തന്നെ തീ ഒത്തിരി കൂട്ടിയിടരുത്. കാരണം നമ്മൾ എണ്ണ വല്ലാണ്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് കരിയാതെ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു 8 മിനിറ്റ്സ് ഒക്കെ മതി. കാരണം നമ്മൾ ചിക്കൻ അങ്ങനെ വലിയ പീസൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അത് ചിക്കൻ നന്നായിട്ട് നന്നായിട്ട് വെന്ത് അത്യാവശ്യം പുറത്ത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് അകത്ത് നല്ല ജ്യൂസി ആയിട്ട് ആ ചീസിൻ്റെ സ്ട്രക്ചറൊക്കെ കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നമുക്കിത് മാറ്റാം. ചീസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്